Welcome back. Today we are going to discuss adjustment and maladjustment. We are familiar with the word adjustment. We are frequently use this term in our daily life. Let us discuss what is adjustment. It is a process by which a person changes his behavior to achieve a harmonious relation between himself and his environment. It is a change in behavior. Whenever a person change his behavior to make a harmonious relationship between himself and his environment, that is adjustment. It is not a static condition. It is a relative and temporary. Why it is says that it is relative and it is temporary? Because we have to change our adjustment strategies in one situation to another, right? ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കില്ല നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ സിറ്റുവേഷനനുസരിച്ച് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് റിലേറ്റീവ് ആണ്, അത് സ്റ്റാറ്റിക് അല്ല, അല്ലെങ്കിൽ അത് ടെമ്പററി ആണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്, അല്ലേ? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുത്തിയ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കണം എന്നില്ല വേറെ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. Whereas maladjustment refers to the degree of disharmony between the person and his environment. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ദാൻ ഇൻഡിവിജ്വൽ ചേഞ്ചസ് ഹിസ് ബിഹേവിയർ ടു മേക്ക് എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മാലഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഡിസ്ഹാർമണി ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഡിസ്ഹാർമണിനെയാണ് നമ്മൾ മാലഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിയലായി അവിടെ നടന്നിട്ടുണ്ടാവില്ല, അല്ലേ? അല്ലെങ്കിൽ ശരിയായ രീതിയിലായിരിക്കില്ല ആ വ്യക്തി ആ സിറ്റുവേഷന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഡിസ്ഹാർമണീനെയാണ് നമ്മൾ മാലഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ മാലഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫെയിലിയർ ഓഫ് ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ടു എ സിറ്റുവേഷൻ. ഒരു വ്യക്തി എപ്പോഴാണ് മാലഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഫെയിൽ ടു അഡ്ജസ്റ്റ് വിത്ത് ഹിസ് സിറ്റുവേഷൻ. ഒരു വ്യക്തി ആ വ്യക്തിയുടെ എൻവയോൺമെൻറ്റുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? മാലഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഫെയിലിയർ ആയിട്ടാണ്, അയാൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മാലഡ്ജസ്റ്റ്മെൻറ്റ് പേഴ്സൺ saw his problems usually in a destructive way and in this process disturb social harmony. ഒരു മാലഡ്ജസ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ, മാലഡ്ജസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആരാണോ അയാളുടെ എൻവയോൺമെൻറ്റുമായി ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ വരുന്നത് അയാളെ നമ്മൾ മാലഡ്ജസ്റ്റഡ് പേഴ്സൺ എന്ന് പറയും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മാലഡ്ജസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ദാറ്റ് പേഴ്സൺ സോൾവ് ഹിസ് ഹിസ് പ്രോബ്ലംസ് യൂഷ്വലി ഇൻ എ ഡിസ്ട്രക്റ്റീവ് വേ. അവരെങ്ങനെയായിരിക്കും? അവരുടെ പ്രോബ്ലംസ് സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ഹാർമണീനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവരവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ശരിക്കും? അപ്പോൾ പ്രോബ്ലം സോൾവിങ് ആയിരിക്കില്ല, അത് വേറെ ഒരു പ്രോബ്ലത്തിൻ്റെ ക്രിയേഷൻ കൂടിയായിരിക്കും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ മാലഡ്ജസ്റ്റഡ് പേഴ്സൺസ് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് വേയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ദാറ്റ് സോൾവിങ് പ്രോസസ്സ് ഡിസ്ട്രക്റ്റ് അവർ സോഷ്യൽ ഹാർമണി. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ മാലഡ്ജസ്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മാലഡ്ജസ്റ്റ്മെൻറ്റ് ഓൾവേസ് റിസൾട്ട് ഫ്രം ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. എന്താണ്? മാലഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫ്രസ്ട്രേഷൻസ് നിന്നും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ്റെയും കോൺഫ്ലിക്റ്റിൻ്റെയും ഭാഗമായിട്ടാണ് ഒരു വ്യക്തി മാലഡ്ജസ്റ്റഡ് ആയി പോകുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ എന്താണ് ഫ്രസ്ട്രേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെനെവർ വൺസ് ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി ഈസ് ഒബ്സ്ട്രക്റ്റഡ്. എപ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരുന്നത്?
എപ്പോഴാണോ ഒരു വ്യക്തിയുടെ ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത്, അപ്പോൾ ആ വ്യക്തിക്ക് ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടാം. എൻവയോൺമെൻറ്റൽ ഒബ്സ്റ്റക്കിൾസ്, സോഷ്യൽ റെസ്ട്രിക്ഷൻസ്, പേഴ്സൺസ് ലിമിറ്റേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രസ്ട്രേഷൻസ്. അപ്പോൾ നമ്മുടെ ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു ഒബ്സ്ട്രക്ഷൻ നമ്മൾക്കുണ്ടാവാം, അല്ലേ? എന്താണ്? സംടൈംസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ എൻവയോൺമെൻറ്റൽ ഒബ്സ്റ്റക്കിൾസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി അവിടെ തടസ്സപ്പെടുന്നത്. സംടൈംസ് ഇറ്റ് ബിക്കോസ് ഓഫ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്, സംടൈംസ് ഇറ്റ് ബിക്കോസ് ഓഫ് പേഴ്സണൽ ലിമിറ്റേഷൻസ്. ഈ ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ ഗോൾ സീക്കിംഗ് ആക്ടിവിറ്റി ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ദാറ്റ് ഇൻഡിവിജ്വൽ ഫീൽ ഫ്രസ്ട്രേഷൻ, ആ വ്യക്തിക്ക് ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടും. ബട്ട് വൺ ഓഫ് ദ മേജർ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ഈസ് മോട്ടിവേഷണൽ കോൺഫ്ലിക്ട്സ്. എന്താണ് ഒരു മേജർ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താണ്? മോട്ടിവേഷണൽ കോൺഫ്ലിക്ട്സ് ആണ്. സം ഓഫ് ദ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ടു ഫ്രസ്ട്രേഷൻസ് ആർ റെസ്റ്റ്ലെസ്നെസ്, ടെൻഷൻ, അഗ്രീഷൻ, ഫാൻറ്റസി ആൻഡ് റിഗ്രഷൻ. ഒരു വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആണ് വെച്ചെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അയാൾ കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ടാവും, ചില മാനറിസംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്നത് റെസ്റ്റ്ലെസ്നെസ്സായി, ആ വ്യക്തി റെസ്റ്റ്ലെസ്നെസ്സായിട്ട് കാണപ്പെടാം, ടെൻഷൻ ഉണ്ടാവാം, അയാൾ അഗ്രസീവായിരിക്കാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആ വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഇൻഡിവിജ്വൽ ഷോസ് കൺസിഡറബിൾ വേരിയേഷൻ ഇൻ ബിഹേവിയർ വെൻ ദെയർ ഗോൾ സീക്കിംഗ് ബിഹേവിയർ ഈസ് ബ്ലോക്ക്ഡ്. എന്താണ്? ഒരു വ്യക്തി കാണിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി അയാളുടെ ഗോൾ സീക്കിംഗ് ബിഹേവിയർ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കാണിക്കുന്ന ബിഹേവിയറിന്. ആ കാണിക്കുന്ന സ്വഭാവങ്ങൾ ചിലർ ഭയങ്കര അഗ്രസീവായിട്ട് ചില സമയത്ത് കാണപ്പെടാം, ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ. പക്ഷേ മറ്റുള്ളവർ അത്ര അങ്ങനെ അഗ്രസീവ് ആവണമെന്നില്ല, ഒരു മൈൽഡായിട്ടുള്ള രീതിയിലൊക്കെ അഗ്രസീവായിട്ട്. അപ്പോൾ ആ ഒരു ബിഹേവിയർ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് മാറി മാറി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഫ്രസ്ട്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഗോൾ ആൻഡ് ദി സ്ട്രെങ്ത് ഓഫ് ബ്ലോക്കേഡ്. ആ ഒരു ഫ്രസ്ട്രേഷൻസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തി എത്രത്തോളം ആ ഒരു ഗോളിനെ ആഗ്രഹിച്ചിരുന്നു, അതുപോലെ തന്നെ എത്രത്തോളം ഒബ്സ്റ്റക്കിളാണ് അയാൾ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാറി മാറി വരാമെന്നാണ് പറയുന്നത്. ആ ഫ്രസ്ട്രേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾക്കറിയാൻ പറ്റും. നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുമ്പോൾ വളരെ അധികമായിരിക്കും, അല്ലേ? എന്നാൽ അത്ര ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ് നമ്മൾക്ക് തടസ്സപ്പെടുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എന്താണോ നമ്മുടെ ഗോൾ, നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോൾ എന്താണ്, അതിനനുസരിച്ച് നമ്മുടെ ഫ്രസ്ട്രേഷനിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് കോൺഫ്ലിക്ട്സ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ബ്രോഡ് ബൈ ദ പ്രസൻസ് ഓഫ് ടു ഒപ്പോസിങ് ഡിസയേഴ്സ് ഇൻ ദി ഇൻഡിവിജ്വൽ. കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ, ഒരു ടെൻഷനാണ്. എങ്ങനെയാണ് അതുണ്ടാകുന്നത്? ഇറ്റ് ഈസ് ബ്രോഡ് ബൈ ദി പ്രസൻസ് ഓഫ് ടു ഒപ്പോസിങ് ഡിസയേഴ്സ് ഇൻ ദി ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ഡിസയർ കാണുമ്പോൾ ഇത് ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിനോടൊപ്പമാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ടെൻഷൻ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ലെവിൻ കൺസിഡേഴ്സ് കോൺഫ്ലിക്ട്സ് ആസ് എ ക്ലാഷ് ഓഫ് മോട്ടീവ്. എന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഓരോ നീഡിൻ്റെയും ഒരു ബിഗിനിങ് എന്ന് പറയുന്ന ഒരു മോട്ടീവാണ്. നമുക്ക് ആ മോട്ടീവ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ രണ്ട് കാര്യം ചെയ്യാനും നമ്മൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ രണ്ട് മോട്ടീവുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ ക്ലാഷിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഏത് മോട്ടീവിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അയാൾക്ക് വരും. ഇറ്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. അത് എങ്ങനെയാണ് അത്തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാൻ സാധ്യത? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എൻവയോൺമെൻറ്റ് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് കോൺഫ്ലിക്ട്സുകൾ അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് മോട്ടീവ്സ് ഉണ്ടാകുന്നത്. എ കോൺഫ്ലിക്റ്റ് ഇൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ടെൻഷൻ ആൻഡ് ഫീലിംഗ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ഇൻ ദ മൈൻഡ്. എന്താണ് ആ കോൺഫ്ലിക്ട്സ് ഒരു വ്യക്തിയിൽ ടെൻഷനും റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടാക്കാൻ കാരണമാകുന്നു.
ദർ ആർ 3 ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ്. സാധാരണഗതിയിൽ 3 തരത്തിലുള്ള കോൺഫ്ലിക്ട്സിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആൻഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഈ 3 തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അപ്രോച്ച് കോൺഫ്ലിക്ട്സ്. It arises when the individual is faced with the problem of making choice between two positive goals that are equally motivating. എപ്പോഴാണ് ഒരു അപ്രോച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്? ഒരു വ്യക്തിക്ക് രണ്ട് പോസിറ്റീവ് ചോയ്സസ് അയാൾക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ഈക്വലി പോസിറ്റീവായ ചോയ്സിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഉള്ള ഒരു കൺഫ്യൂഷനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന്. രണ്ടും ഈക്വലി മോട്ടിവേറ്റിംഗ് ആയിരിക്കും, രണ്ടും അയാൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, പക്ഷേ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് കാൻഡിഡ് ഡിലമ വേർ ഹി കുഡ് ജോയിൻ ആസ് എ ക്ലർക്ക് ഇൻ ബാംഗ്ലൂർ ഇൻ സ്കൂൾ ആസ് ആൻ എക്സാമ്പിൾ. ഒരു കാൻഡിഡേറ്റ്സിന് അയാൾ ഒരു ക്ലർക്കായിട്ടാണോ അതുപോലെ തന്നെ ഒരു ബാങ്കിൽ ക്ലർക്കായിട്ടാണോ അത് സ്കൂളിലാണോ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ആളുടെ ഒരു ഡെലമേനെയാണ് നമ്മൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന കോൺഫ്ലിക്ട്സിനെ നമ്മൾക്ക് അപ്രോച്ച് കോൺഫ്ലിക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈക്വലി മോട്ടിവേറ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിനെക്കാട്ടിൽ ഹയർ ബെനിഫിറ്റ്സ് ഉള്ളത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്ര സന്ദർഭങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു വ്യക്തിക്ക് തോന്നുന്നതിനാണ് അപ്രോച്ച് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മളൊന്നിവിടെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. 2 ഗോളുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഒന്ന് ഗോൾ 1, അതുപോലെ തന്നെ ഗോൾ 2. ഇത് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഈ ഗോൾ 1ഉം അതുപോലെ തന്നെ ഗോൾ 2ഉം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വലിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ബോത്ത് ഗോൾസ് ആർ അട്രാക്റ്റഡ് ഈക്വലി. അപ്പോൾ ഈ സമയത്ത് ഈ ഇൻഡിവിജ്വൽ അനുഭവിക്കുന്ന കോൺഫ്ലിക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. It arises when the individual is faced with the problem of making choice between positive and negative goal, where negative goal indicates the goal of avoiding pain. അപ്പോൾ എന്താണ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് 2 പോസിറ്റീവ് ഗോളാണ് അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ഒരു പോസിറ്റീവ് ഗോളും ഒരു നെഗറ്റീവ് ഗോളും ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് ഗോൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചെങ്കിൽ, ആ നെഗറ്റീവ് ഗോള് പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ആ ഒരു കാര്യം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാതെ ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നെഗറ്റീവായി നമ്മൾക്ക് കിട്ടുന്ന ആ കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ഗോളിനെ നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ 2 പോസിറ്റീവ് ഗോൾസ്. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, എ ബോയ് മേ വാണ്ട് ടു ഗോ ഫോർ എ ഫിലിം, അറ്റ് ദ സെയിം ടൈം ഹി മൈറ്റ് വാണ്ട് ടു അവോയ്ഡ് ദ സ്കോൾഡിങ് ഓഫ് ദ ഫാദർ. ഒരു ഇൻഡിവിജ്വൽ 2 ഗോളുണ്ട്. ഒന്ന്, അയാൾക്ക് സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതേ സമയം തന്നെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ചീത്ത കേൾക്കുന്നവരെ അതും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആ 2 ഗോൾ, ഒരു പോസിറ്റീവ് ഗോളും ഒരു നെഗറ്റീവ് ഗോളിൻ്റെ ഇടയിൽ ഇതിലേതാണ്? ഒന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ചീത്ത കേൾക്കാൻ തയ്യാറാവണം. പക്ഷേ അയാൾക്ക് ചീത്ത കേൾക്കാൻ അല്ല, എന്നാൽ സിനിമയ്ക്ക് പോകുകയും വേണം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ഒരു ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിന് ഗോൾ എന്താണ്? ഗോൾ പോസിറ്റീവ് നെഗറ്റീവ് ഗോളുണ്ട്. അതിൽ ഒന്ന് അയാളെ റിപ്പൽ ചെയ്യുന്ന എന്താണ്? അയാൾക്ക് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫാദർ സ്കോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ അതേ സമയം എന്താണ്? അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണ്? അയാൾക്ക് സിനിമ കാണാൻ പോകുകയും വേണമെന്നുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ആ വ്യക്തി അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. In this, the individual is faced with the problem of making a choice between 2 equally strong negative goals. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് 2 പോസിറ്റീവ് ഗോൾസ്, പിന്നെ പറഞ്ഞത് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗോൾസ്. ആൻഡ് ഇവിടെ വരുന്നത് 2 നെഗറ്റീവ് ഗോൾ, അത് ഈക്വലി നെഗറ്റീവായിട്ടുള്ള ഗോളാണ്. പക്ഷേ അതിൽ നിന്ന് തന്നെ ഏത് തിരഞ്ഞെടുക്കണം? ഏതെങ്കിലും ഒന്ന് എന്തായാലും തിരഞ്ഞെടുത്തേ പറ്റൂ, പക്ഷേ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ദ ചൈൽഡ് ഹൂ ഈസ് ഡിസൈഡ് വെദർ he should write imposition or to receive corporal punishment from teacher is an example for this. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞായിരിക്കുന്ന സമയത്ത് ടീച്ചർ പറയാണ്,
ഒന്നില്ലെങ്കിൽ നീ ഇമ്പോസിഷൻ എഴുതണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഫിസിക്കൽ പണിഷ്മെൻറ്റ് തരും. അപ്പോൾ അത് രണ്ടും ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ഇൻഡിവിജ്വൽ അല്ലേ. പക്ഷെ എന്നാൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണ്, സ്വാഭാവികമായി ഇതിൽ ഏതെങ്കിലും ഒന്ന് ആ ഇൻഡിവിജ്വൽ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ആ ഇൻഡിവിജ്വലിൻ്റെ കൺഫ്യൂഷനാണ് നമ്മൾ അവോയ്ഡൻസ് കോൺഫ്ലിക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കൂ, 2 ഗോളുണ്ട്, രണ്ടും ഇൻഡിവിജ്വലിനെ റിപ്പൽ ചെയ്യാണ്. പക്ഷേ അയാൾക്കൊന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ആ വ്യക്തിയുടെ ആ ഒരു കൺഫ്യൂഷനെയാണ് കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ചില കോൺഫ്ലിക്ട്സുകൾ മൈൽഡായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പറയില്ലേ അപ്രോച്ച് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് അത്ര ഒരു സിവിയർ കോൺഫ്ലിക്ട്സ് ആവാനൊന്നും സാധ്യതയില്ല, അത് മൈൽഡായിരിക്കും. അപ്പോൾ സം കോൺഫ്ലിക്ട്സ് ആർ മൈൽഡ് ആൻഡ് പെർസിസ്റ്റ് ഓൺലി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, ബട്ട് സം കോൺഫ്ലിക്ട്സ് ആർ ഇൻറ്റൻസ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. Conflicting situations, some people make a decision which is socially acceptable and which effectively reduce the emotional tension produced by the conflict. Sometimes the individual take correct decisions. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് എന്ത് പറ്റും, കറക്റ്റായിട്ട് ഡിസിഷൻസ് ചില ഇൻഡിവിജ്വൽസിന് എടുക്കാൻ പറ്റും. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ടേക്ക് കറക്റ്റ് ഡിസിഷൻ ദാറ്റ് റെഡ്യൂസ് ഹിസ് ടെൻഷൻ, ആ വ്യക്തിയുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കറക്റ്റ് ഡിസിഷൻ സഹായിക്കും. ബട്ട് അതേഴ്സ് റെസ്പോണ്ട് ഇൻഎഫക്റ്റീവ്ലി ആൻഡ് ദർ ബിഹേവിയർ ദോ ഹാംലെസ് ഡസ് നോട്ട് റെഡ്യൂസ് ദ ടെൻഷൻ. ചിലവർ എങ്ങനെയായിരിക്കും, അതിന് ഇഫക്റ്റീവായിട്ട് അവർക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, അവരുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. Others resort a very undesirable mode of behavior which instead of solving problems complicate them. Such ineffective and socially disapproved adjustment is called maladjustment. ചില ആളുകൾ എങ്ങനെ ചെയ്യുന്നുണ്ടാവുക, അൺഡിസൈറബിൾ മോഡ് ഓഫ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട് ആ പ്രോബ്ലം ഒന്നും കൂടി കോംപ്ലിക്കേറ്റ് ആക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡായി മാറ്റുന്ന ഒരു ബിഹേവിയറിനെയാണ്, ഇന്നെഫക്റ്റീവായിട്ട് ഒരു പ്രോബ്ലത്തിനെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നെഫക്റ്റീവ് ആൻഡ് സോഷ്യലി ഡിസപ്രൂവ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോഷ്യലി ആ ബിഹേവിയർ ഇന്നെഫക്റ്റീവ് ആവും, അതുപോലെ തന്നെ അത് സോഷ്യലി അപ്രൂവ്ഡും അല്ല, സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയറും ആയിരിക്കില്ല അത്. അത്തരത്തിലുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.